മോറിസ് ഗാരേജസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനവുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അത് MG ഹെക്ടർ ആണ്. അപ്പോൾ ഇന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിൽ ഈ വാഹനം സെയിലിന് വന്നതാണ്. അപ്പോൾ ഇത് സെയിൽ എന്നതിനുപരി ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വാഹനത്തിന്റെ പ്രൈസ് തന്നെ ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഈ സെയിലിന് വേണ്ടിയിട്ടാണ് ഈ വാഹനം നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് ആദ്യം പറയും. ഇത് 2021 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള 34,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. സൺറൂഫ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 18,50,000 രൂപയാണ്. പ്രൈസ് നമുക്ക് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാഹനത്തിന് നമുക്ക് ഏകദേശം 90% ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം. ഇതിൽ നമുക്ക് പുറമേയുള്ള ഡീറ്റെയിൽസിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇന്റീരിയേഴ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഫ്രണ്ടിൽ ഈ വാഹനത്തിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിന്റെ ഈ ഗ്രില്ലാണ്. ഈ നല്ല വലിയൊരു ഗ്രില്ല്, നല്ലൊരു ക്വാളിറ്റിയുള്ള, കാണുമ്പോൾ തന്നെ നമുക്കൊരു എടുത്ത് നിൽക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇതിന്റെ ഈ MGയുടെ എംബ്ലവും നമ്മളെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഈ വാഹനത്തിന്റെ ഏറ്റവും ലുക്ക് നൽകുന്ന വാഹനം. ഈ വാഹനത്തിന്റെ ഇപ്പം ലേറ്റസ്റ്റ് ജനറേഷനിൽ വരുന്നതിൽ ഈ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബമ്പർ തുടങ്ങിയതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ അടുത്ത അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ DRL ആണ്. DRL ഡ്യുവൽ LED ടൈപ്പാണ് വരുന്നത്. ഈ LED ടൈപ്പിൽ തന്നെ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും DRLും ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് നല്ല കൂടുതൽ ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ചുറ്റുമായിട്ട് ഇതിന്റെ ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റിനും ഫോഗ് ലാമ്പിനുമായിട്ട് ഒരു ക്രോമിന്റെ ഒരു കവർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. പിന്നെ അതിനകത്ത് താഴെ ഒരു സ്കിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേക അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ വാഹനത്തിന്റെ സൈഡിലേക്ക് നോക്കാം. സൈഡിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കണ്ണിൽ അട്രാക്ട് ചെയ്യുന്നത് ഇതിന്റെ അലോയ്സ് ആണ്. ഇതൊരു 18 ഇഞ്ച് അലോയ്സ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു വാഹനമായതുകൊണ്ട് ഇത് അത്യാവശ്യം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും നല്ലൊരു ഹൈറ്റ് ഉള്ളൊരു വാഹനമായിട്ടാണ് നമുക്കിത് തോന്നണമെങ്കിൽ വലിയ ടയർ ഇടണം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് മിറർ വരുന്നത് ഓട്ടോ ഫോൾഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് മിറർ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ വിൻഡോ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നല്ലൊരു വലിയൊരു ഗ്ലാസ് ഏരിയ ഈ വാഹനത്തിന്റെ സീറ്റുകളിൽ നമുക്ക് മനസ്സിലാവും. ഫ്രണ്ടിലായാലും ബാക്കിലായിക്കോട്ടെ നല്ല വലിയൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ക്രോം ഫിനിഷിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മളെ മോറിസ് ഗാരേജസിന്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വരാം. ഇതിനൊരു സ്പോർട്ടി ഡിസൈനാണ് ഈ വാഹനത്തിനകത്ത് ഉള്ളത്. ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ പോലും ഇതൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഈ വാഹനത്തിന്. പിന്നെ ഇതിനകത്ത് റൂഫ് റെയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാഹനത്തിന് കൂടുതൽ സ്പോർട്ടീവ് എലമെന്റ് ആണ്. മുൻഭാഗത്തെ പോലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ പിൻഭാഗവും വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ക്യാച്ചി ആയിട്ട് വരുന്നത് ഇതിന്റെ ഈ ബമ്പറിൽ വരുന്ന ഈ ഗ്ലാഡിസ് ആണ്. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു, കാണുന്നതിന് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒരു ഗ്ലാഡിസ് ആണ് ഈ വാഹനത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതും വരെ നല്ല ഒരു വെറൈറ്റിയാണ്. ഇതിനകത്ത് ബൂട്ട് ഓപ്പണിങ്ങിന് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തനിയെ ബൂട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ LED ടെയിൽ ലാംപ്സ് ഒക്കെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ബൂട്ട് സ്പേസ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് വെഹിക്കിൾ കയറി അടിപൊളിയായിട്ടിരിക്കാം. അത്രയും നല്ല ഒരു രീതിയോ നല്ല ഒരു സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് ബൂട്ടിലുള്ളത്. ഇനി 2 പേർ കൂടെ ആണെങ്കിലും ഇരിക്കാം. അത്രയും നല്ല സ്പേഷ്യസ് ആണ് ഇതിന്റെ ബൂട്ട്. ഇത് ക്ലോസ് ചെയ്യണതിനും അതേപോലെ തന്നെയാണ്. ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആവുന്നതാണ്. പിന്നെ ഈ വാഹനത്തിന് ഇനി എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്റീരിയറിലാണ്. അപ്പോൾ നമുക്കടുത്ത് ഇന്റീരിയറും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് ഇന്റീരിയറിൽ നമ്മൾ ആദ്യം നോട്ടം ചെല്ലുന്നത് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലാണ്. ഇത് ഒരു 10.4 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. നല്ല ഒരു നമ്മുടെ ഡാഷ്ബോർഡിനെ വിഴുങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡാഷ്ബോർഡിൽ ഏതോ സ്റ്റിച്ചിങ്സ് ഒക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ലുക്കായിട്ടുണ്ട്. ഇത് ബീച്ച് കളറിലും സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ സ്റ്റിച്ചിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗിനകത്ത് ഒരുപാട് കൺട്രോൾസ്, അതുപോലെ തന്നെ നമ്മുടെ വോയിസ് കമാൻഡിന്റെ കൺട്രോൾ, കോൾ ബട്ടൺസ്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ തുടങ്ങിയ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ വാഹനത്തിനകത്ത് 360 ഡിഗ്രി ക്യാമറ, ജസ്റ്റ് ഈ വാഹനം ഒന്ന് ഓൺ ചെയ്യാം. ABS, AirBD തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്തുണ്ട്. ഇന്റീരിയറൊക്കെ അത്രയും ലക്ഷറിയാണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഇൻഫിനിറ്റിയുടെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫുള്ള് സറൗണ്ടഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് AC യുടെ കൺട്രോളുകളും മറ്റ് വാഹനത്തിന്റെ കൺട്രോളുകളും എല്ലാം വരുന്നത്
ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ 360 ക്യാമറ വരുന്നുണ്ട്. 360 ക്യാമറയിൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ട്, ബാക്ക്, സൈഡ് എല്ലാം നമുക്ക് ഈ വാഹനത്തെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി ഫ്രണ്ട്, ബാക്ക്, സൈഡ് എല്ലാം. അതുപോലെ തന്നെ ഇത് സെൻസേർഡ് ആണ് ഫുള്ള്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒബ്ജക്ട്സിന്റെ അടുത്ത് ഈ വാഹനം പോവുകയാണെങ്കിൽ ഇത് അലാറം ചെയ്യുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ അത് ട്രാക്ഷൻ കൺട്രോൾ, അതെല്ലാം പാർക്കിംഗ് അസിസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ പ്രൈസ് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ഇത് ഡീസൽ എഞ്ചിനുള്ള വാഹനമാണ്. ഈ വാഹനത്തിന്റെ നമ്മുടെ ഈ MG ഹെക്ടറിന് ഡീസൽ, പെട്രോൾ 2 വേരിയന്റ് ആണ് വരുന്നത്. അതിൽ ഡീസൽ വാഹനത്തിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ വരുള്ളൂ. പെട്രോൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക് വരും. നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡീസൽ വാഹനമാണ്. ഈ വാഹനത്തിന് ഏകദേശം 13 മുതൽ 18 വരെ മൈലേജ് ലഭിക്കും. അത് ഹൈവേയിലാണ്. 13 സിറ്റിക്കകത്ത് 13-14 മൈലേജ് ആവറേജ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല കണ്ടീഷനും ഉള്ളൊരു വാഹനമാണ്. ഞങ്ങൾ ഈ വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില 18,50,000 രൂപയാണ്. പ്രൈസ് നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാം. മാക്സിമം കസ്റ്റമറുടെ വണ്ടിയാണ്, നമുക്ക് മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കമ്പനി സർവീസിലുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് നമുക്ക് 90% ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല കമാൻഡിങ് പൊസിഷനിലിരുന്ന് ഹൈറ്റിലിരുന്ന് ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് നല്ല വിസിബിലിറ്റി ഉണ്ട്. നല്ല എല്ലാ സൈഡും ഒക്കെ കണ്ട് നമുക്ക് നല്ലതായിട്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് MG ഹെക്ടർ എന്ന് പറയുന്നത്. ഈ വാഹനത്തിന് ഇപ്പോഴത്തെ നിലവിലത്തെ വാഹനങ്ങൾ ഓൺ റോഡ് വില ഏകദേശം ഒരു 29 ലക്ഷം രൂപ ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഈ ഡീസൽ വാഹനത്തിന്. പിന്നെ ഇതിന് ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അഡീഷണൽ ഒരുപാട് ചേഞ്ചസ് വരുന്നില്ല. ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യണമെങ്കിൽ പോലും ഇതിന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ് തുടങ്ങിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തി കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഉടനെ തന്നെ കാണാം. ഗുഡ് ബൈ.